2 വർഷം മുമ്പ് മഞ്ഞുമ്മൽ സൈഡ് പാലത്തിൽ ഡെലിവറി ബോയ് ആയിട്ടിരുന്ന അഖില് ചെറിയ വെളിച്ചത്തിൻ്റെ സഹായത്താൽ വഴിവിളക്കിൻ്റെ സഹായത്താൽ ഇന്ന് പഠിച്ച അഖില് ഇന്ന് ജർമ്മനിയിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. 2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ എറണാകുളം മഞ്ഞുമ്മൽ മുട്ടാർ പാലത്തിൽ രാത്രിയിൽ വഴിലൈറ്റിന്റെ വെളിച്ചത്തിൽ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. അത് മാതൃഭൂമി ന്യൂസ് പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഇന്ന് ആ ചെറുപ്പക്കാരൻ അഖിൽ ശിവദാസ് ജർമ്മനിയിലേക്ക് പറക്കുകയാണ്. മാതൃഭൂമി ന്യൂസിനൊപ്പം അഖിൽ ചേരുകയാണ്. സന്തോഷമല്ല, ഇപ്പോഴും ഒരു സ്വപ്നലോകത്താണ്. അമ്മൂമ്മയുടെ സഹായത്താലാണ് പഠിച്ചത്. കിടന്ന മാല ഊരിക്കൊടുത്തു പഠിക്കാനായിട്ട്. ജസ്റ്റ് ഒരു സീറോ, ആ ഒരു സീറോ നിന്നും എവിടെ എത്തുന്നൊന്നും അറിയപ്പെടാണ്ട് ജസ്റ്റ് തുടങ്ങി. സോ ഫൈനലി ഇപ്പോൾ ആ ഒരു പോകാനുള്ള ഒരു വിസയും എല്ലാം തന്നെ എല്ലാവരുടെ പ്രാർത്ഥന കാരണം കിട്ടിയിരിക്കുകയാണ്. എങ്ങനെയായിരുന്നു ഈ 2 വർഷത്തെ ജീവിതം? എന്നെ ഈ ഒരു ഗ്ലാൻസ് ആൻഡ് അക്കാദമി എന്നെ ഏറ്റെടുത്തു. പിന്നെ അതിനുശേഷം അവർ പ്രോപ്പറായിട്ട് ട്രെയിനിങ് തന്നു. ദൈവം സഹായിച്ച് ഒരു ട്യൂട്ടറായിട്ട് തന്നെ എന്നെ ഇവിടെ എന്താ പറയാ എന്നെ ഏറ്റെടുത്തു. പക്ഷെ പാലക്കാട് നെന്മാറയിൽ നിന്ന് മുത്തശ്ശിയുടെ മാലയുമായിട്ടാണ് കൊച്ചിയിലേക്ക് വന്നത്. മുത്തശ്ശി, ആ മാല കിട്ടിയോ? മാല കിട്ടിയോ പോട്ടെ, മാല പോയ പൊക്കോട്ടെ. എന്തായാലും ഇപ്പൊ മകൻ ജർമ്മനിയിലേക്ക് പോവുകയാണ്. അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അതിനേക്കാളും വലിയ മാല കൊണ്ടു. അപ്പൊ അതിനെക്കാളും രോഗം ഉണ്ടെങ്കിൽ കിട്ടട്ടെ, ഇല്ലെങ്കിൽ അന്ന് കിട്ടിങ്ങ കിട്ടിക്കോട്ടെ, ഇല്ലെങ്കിൽ പൊക്കോട്ടെ. ആഗ്രഹിച്ചിരുന്നു ഈ ഒരു നിമിഷം? ഇല്ല, ഞാൻ വിചാരിച്ച കാര്യേ അല്ല. എന്താ പറയുക, എന്നോട് ചോദിച്ചു മോൻ ഇങ്ങനെ പോണം. ഡെലിവറി ബോയ് ആയിരുന്ന കുട്ടി ഇന്ന് ഈ ഒരു സ്ഥാനത്തിലേക്ക് ജർമ്മനിയിൽ പോയി ഉയരാൻ ദൈവം അനുഗ്രഹിച്ചു കൊടുത്ത വഴിയാണത്. നാളത്തെ ഭാവിയിൽ അവൻ ഉന്നതമായ ഒരു സ്ഥാനത്തെത്തുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. മാല ഊരി കൊടുക്കുവാണ് അമ്മൂമ്മ ചെയ്തത്. ആ ഒരു നിമിഷം അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അമ്മൂമ്മ മാല കൊടുത്ത നിമിഷം അത് മറക്കാവുന്നതല്ല. എന്നാലും ആ ഒരു നിമിഷം, അതായത് അഖിലിന്റെ ആ ഒരു നിമിഷം ഒരുപക്ഷെ അവിചാരിതമായിട്ട് നിങ്ങൾ പോകുന്ന വഴിക്കാണ് കാണുന്നത്. അപ്പോൾ ആ കാഴ്ച നിങ്ങൾ പകർത്തിയ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചോ, വലിയ രീതിയിൽ വൈറലായി. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ മാതൃഭൂമിയോടാണ്. ഞങ്ങളുടെ ഈ ഒരു ന്യൂസ് വന്നപ്പോൾ ഏറ്റവും നന്നായിട്ട് അത് ആളുകളിലോട്ട് എത്തിച്ച മാതൃഭൂമിയാണ്. അഖിലിനെ ഇതുപോലെ കാണണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഞാൻ പറഞ്ഞിട്ടുണ്ട് അഖിലിനോട് ജർമ്മനിയിൽ എത്തിയിട്ട് ഒരു ഫോട്ടോ അയച്ചു തരണമെന്നുള്ളത്. അത് കാണുമ്പോൾ എന്താ പെട്ടെന്ന് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ചു ആളിങ്ങനെ എന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇല്ലെങ്കിൽ കണക്ക് എഴുതണായിരിക്കുന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എൻ്റെ വൈഫാണ് പറഞ്ഞത് എന്താ അവരിരിക്കാൻ നോക്കാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വൈഫും കൂടി പോയി ഷൂട്ട് ചെയ്തിട്ടു. അത് ആളുകളിലോട്ട് എത്തി, ആളുകൾ സ്വീകരിച്ചു. ഒരുപാട് പേരുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. 30-ാം തീയതി കൊച്ചുമോൻ പോവുകയാണ്. പോയിട്ട് രക്ഷപ്പെട്ടവര് അവൻ രക്ഷപ്പെടണം എന്ന് വിചാരിക്കുന്ന അവന്റെ വീട്ടിൽ അവന്റെ ആൾക്കാരോട് പോയി കൈ നീട്ടാതെ ഇരിക്കണം. ദൈവത്തിനോട് പ്രാർത്ഥിച്ച ഒരു അവന്റെ ആളുകൾ ആരും അവനെ സപ്പോർട്ട് ചെയ്യാനില്ല എന്നുള്ളതാണ്. ഈ അമ്മൂമ്മയുടെ സഹായവും സപ്പോർട്ടും ആണല്ലോ നാട്ടുകാർ. ദൈവത്തിനോട് നന്ദി പറയുന്നത്, അവരോട് നന്ദി പറയുന്നതിന് അമ്മൂമ്മ എല്ലാവർക്കും നന്ദി പറഞ്ഞ് മകനെ പറഞ്ഞയക്കുകയാണ്. അഖിലിന്റെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് ഭയങ്കര വലുതാണ്. അഖിൽ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞ പഠനം സമയത്തിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്ത് എക്സാം എഴുതി, അതുപോലെ അത് കഴിഞ്ഞിട്ടുള്ള ഇപ്പം ജർമ്മനിയിൽ പോകാനുള്ള അഡ്മിഷനും അതിന് വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് അഖിലിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അത് അഖിലിന്റെ തന്നെ ഹാർഡ് വർക്ക് കൊണ്ടാണ്. This is not only the success of Akhil, the whole Glanz and family success. ഉന്നതമായ ഒരു സ്ഥാനത്ത് എത്തിക്കാൻ ജർമ്മനിയിലേക്ക് പറഞ്ഞയക്കുന്ന വളരെ നല്ലൊരു ജർമ്മനിയിൽ ചെന്നാൽ ആദ്യം എന്ത് ഫോട്ടോ എടുത്തിട്ട് ഈ ചങ്ങാതിക്ക് അയച്ചു. ഉണ്ടെങ്കിൽ അഖിലിനെ പോലെയുള്ള ഒരുപാട് പേർക്ക് കൂടുതൽ ആഗ്രഹങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റും എന്ന് തെളിയിക്കുകയാണ്. ജോബിന്റെ കടിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ,